ഇത്തവണത്തെ IPLൽ രാജസ്ഥാൻ റോയൽസ് ഇതുവരെ 12 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 3 മത്സരം മാത്രമാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത്. ബാക്കി 9 മത്സരത്തിലും അവർ പരാജയപ്പെട്ടു. ഇത്തവണത്തെ IPLൽ ഇതുവരെ മികച്ച മത്സരങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടു. പക്ഷേ ടൂർണമെന്റ് ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇത്തവണത്തെ ലീഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു. ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ ടീം സമ്പൂർണ്ണ പരാജയമായിരുന്നു. പ്ലേ ഓഫിൽ നിന്നും രണ്ടാമതായി പുറത്തായതും രാജസ്ഥാൻ റോയൽസ് ആണ്. 12 മത്സരങ്ങൾ കളിച്ച അവർ 3 മത്സരം വിജയിക്കുകയും 9 മത്സരത്തിൽ തോൽക്കുകയും ചെയ്തു. ഇപ്പോൾ 6 പോയിന്റാണ് അവർക്കുള്ളത്. പോയിന്റ് പട്ടികയിലാണെങ്കിൽ 9ാം സ്ഥാനത്തും. ഈ സീസണിൽ ഇനി അവർക്ക് 2 മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. രാജസ്ഥാൻ റോയൽസ് ടീമിലെ ഫാസ്റ്റ് ബോളറായ സന്ദീപ് ശർമ്മ പരിക്ക് മൂലം ഈ ടൂർണമെന്റിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന കളിക്കാരിൽ ഒരാളാണ് സന്ദീപ് ശർമ്മ. എന്നാൽ ഈ സീസണിൽ അദ്ദേഹം വളരെ മോശം ഫോമിലാണ് കളിക്കുന്നത്. എന്നിട്ടും പകരക്കാരനില്ലാതെ അദ്ദേഹത്തെ തള്ളിക്കൊണ്ടായിരുന്നു ഓരോ മത്സരവും രാജസ്ഥാൻ റോയൽസ് കളിച്ചത്. IPL മെഗാലേലത്തിൽ 4 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തെ അൺക്യാപ്ഡ് പ്ലെയറായി നിലനിർത്തിയത്. എന്നാൽ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ മാനേജ്മെന്റ് സന്ദീപ് ശർമ്മയ്ക്ക് പകരക്കാരനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ സന്ദീപ് ശർമ്മയ്ക്ക് പകരം ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളറായ നാന്ദ്രെ ബർഗർ ഇനി രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കും. സന്ദീപ് ശർമ്മ 2025ലെ IPLൽ 40 ശരാശരിയിൽ 9 വിക്കറ്റാണ് വീഴ്ത്തിയത്. ഈ സീസണിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ ടീമിലും ബർഗർ അംഗമായിരുന്നു. കഴിഞ്ഞ സീസണിൽ 6 മത്സരത്തിൽ 20.71 ശരാശരിയിൽ ബർഗർ 7 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ IPLന്റെ മെഗാലയത്തിൽ ബർഗർ വിൽക്കപ്പെടാതെ പോവുകയായിരുന്നു. ബർഗറിന്റെ 2020 കരിയറൊക്കെ മികച്ചതാണ്. 69 മത്സരത്തിൽ നിന്നും 23.44 ശരാശരിയിൽ 77 വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. IPLൽ ശേഷിക്കുന്ന 2 മത്സരത്തിലും അദ്ദേഹം മികച്ച രീതിയിൽ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജസ്ഥാനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയ് 12-ന് ഇനി ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ് അവരുടെ അടുത്ത മത്സരം. ചെന്നൈ സൂപ്പർ കിങ്സും പ്ലേ ഓഫിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്തായ ടീമാണ്. അതുകൊണ്ട് തന്നെ മത്സരത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. മലയാളി താരം സഞ്ജു സാംസൺ തിരിച്ചു വരുമെന്ന പ്രത്യേകതയും ആ മത്സരത്തിനുണ്ടാകും.